അജീഷ് ശേഖകുമാർ കൂടി ചേരുന്നു. അജീഷ്, വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ പക്ക ആക്റ്റീവാണ് എന്ന് പറയുമ്പോൾ പോലും ഡൽഹി കേന്ദ്രീകരിച്ചാണോ എന്ന സംശയമുണ്ട്, ഡൽഹി ലക്ഷ്യം വെച്ചാണോ സംശയമുണ്ട്. അവർ ഈ പറയുന്ന ഫത്താ മിസൈൽ ഇന്നലെ വിക്ഷേപിക്കുകയും സിർസയിൽ വെച്ച് അടിച്ചിടുകയും ചെയ്തു. അത് വലിയ പ്രകോപനമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സേനാ വിന്യാസം കൂടുതൽ ശക്തമാക്കുന്നു അതിർത്തിയിൽ എന്ന വിവരം വാർത്താ സമ്മേളനത്തിൽ അവരത് പറയുകയും ചെയ്തു. ഇപ്പോൾ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ സമഗ്രമായി പരിശോധിക്കുകയല്ലേ, വാട്ട് നെക്സ്റ്റ് എന്ന കാര്യം ആലോചിക്കുകയല്ലേ അജീഷ്? ഹാഷ്മി, അത് തന്നെയാണ് ഉദ്ദേശം. വാട്ട് നെക്സ്റ്റ്, ഇനി എന്താണ് ഇന്ത്യയുടെ നടപടി? സേന എന്ത് നടപടി സ്വീകരിക്കണം? പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് എന്ത് തിരിച്ചടിയാകണം നൽകേണ്ടത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സേനയ്ക്ക് പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് പൂർണ്ണമായ തിരിച്ചടി നൽകാൻ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി തന്നെ നൽകിയിരുന്നു. വീണ്ടും ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു യോഗം ചെയ്തിരുന്നു. അതിൽ പ്രതിരോധ മന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവും സേനാ മേധാവിമാരും സംയുക്ത സേനാ മേധാവിയും അടക്കമുള്ളവർ പങ്കെടുത്തു. മണിക്കൂറുകളോളം ചർച്ച നടന്നു. നിലവിലുള്ള സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും സേനാ മേധാവിമാർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുകയാണെങ്കിൽ, ഇപ്പോഴും പ്രകോപനം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഈ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് നടപടി ഇനി സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുമായി ഡിസ്കസ് ചെയ്തത്. പക്ഷേ അത് ഏത് തരത്തിലുള്ള നടപടി തിരിച്ചടിയാകും നൽകേണ്ടത് എന്നുള്ളത് അത് വെളിപ്പെടുത്തിയിട്ടില്ല. അത് കാര്യങ്ങൾ സേനാ വൃത്തങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ എന്തായാലും അത്തരത്തിലുള്ള നടപടികൾ, കടുത്ത നടപടിയിലേക്ക് തന്നെ ഇന്ത്യ കടക്കും എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിന്റെ അകത്തെ ആഭ്യന്തര സുരക്ഷയും കൂട്ടാൻ ഇതിപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു പുതിയ ഉത്തരവ്, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. രാജ്യത്തിനകത്തെ എല്ലാ വിമാനത്താവളങ്ങളുടെയും കാർഗോ ബാഗേജ് അതിന്റെ സുരക്ഷയും CISF ഏറ്റെടുക്കണമെന്നൊരു ഉത്തരവ് ഇറക്കിയത്. അതിന് പിന്നാലെ തന്നെ CISF അതിന്റെ സുരക്ഷ പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്യും. ഇനി മുതൽ വിമാന കമ്പനികളാകില്ല, CISF ഉദ്യോഗസ്ഥരാകും വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ ബാഗേജും ഒപ്പം തന്നെ ആ വിമാനം വഴി കൊണ്ടുപോകുന്ന കാർഗോയുടെയും സുരക്ഷ വിലയിരുത്തുക. കൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, രാജ്യത്തിനകത്ത് ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ മെയ് 7-8 തീയതി ആ രാജ്യത്തിനകത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ, സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഒരു സൈബർ അറ്റാക്കിന് ശ്രമം നടന്നു എന്നുള്ളൊരു വിവരം കൂടി അത് പുറത്തു വരുന്നുണ്ട്. അത് 3 തരത്തിലുള്ള അറ്റാക്കാണ് അവർ നടത്താൻ ശ്രമിച്ചത്. അത് പ്രോ പാകിസ്ഥാൻ ഏജൻസികളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിന് നീക്കം നടന്നിട്ടുള്ളത്. DDoS വഴിയും ഡിഫേസ്മെന്റ്, അതായത് ഈ സൈറ്റുകളിൽ ഇന്റർനെറ്റ് ട്രാഫിക് ഉണ്ടാക്കി സാധാരണക്കാർക്ക് വെബ്സൈറ്റ്, സർക്കാരിന്റെ വെബ്സൈറ്റുകൾ കിട്ടാതെ ആവുക, അത്തരത്തിലുള്ള ഒരു ആക്രമണം, അതൊരു ലോ ഇന്റൻസിറ്റി അറ്റാക്കാണ്. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനും ലക്ഷ്യമിട്ടിരുന്നു. കൂടാതെ ഈ സൈറ്റിലെ വിവരങ്ങൾ ഇല്ലാതാക്കുകയും ഈ ഡാറ്റകൾ ലീക്ക് ചെയ്തും മറ്റും സൈബർ അറ്റാക്കിന് ശ്രമം നടത്തി എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. സംഘർഷം എന്ന് പറയുന്നത് ഏതെങ്കിലും അതിർത്തിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ആകാശത്തെ ഡ്രോണുകൾ കൂടി മാത്രമല്ല, സൈബർ വാർഫീൽഡിലും ഉണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയാണ് അജീഷ് ശേഖകുമാർ പറയുന്ന വാർത്ത.